പ്രതിരോധിക്കുകയാണ്. എന്നിട്ട് ബലാത്സംഗം ചെയ്തതുകൊണ്ട് അല്ലാത്ത കേസുകളുണ്ട്. ഇപ്പൊ ഒളിച്ചോടിക്കുക ജിഹാദ് ചെയ്തിട്ട്. ഇങ്ങനെ ഒരു ജിഹാദ് ഇസ്ലാമിലുണ്ടോ? എന്നിട്ട് പ്രതിരോധത്തിന് എന്ന് പറഞ്ഞ് ഉണ്ടാക്കിയിട്ട്, മുസ്ലിങ്ങളെ പ്രതിരോധത്തിന് എന്ന് പറഞ്ഞ് ഉണ്ടാക്കിയിട്ട് എന്തുണ്ടായത്? അവസാനം സലീം ഹമദാനി പിടിച്ചിട്ട് കൊല്ലാൻ നോക്കി അല്ലെ? ഓട്ടോറിക്ഷയിൽ കുടുംബസമേതം തിരിച്ചു വരികയാണ് അയാളെ കൊല്ലാൻ നോക്കി. ആര്? മുസ്ലിങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ സംഘടന അവസാനം കൊല്ലാൻ വേണ്ടി ചെല്ലുന്ന ആരെ? സലീം ഹമദാനിനെ ഓട്ടോറിക്ഷയിൽ നിന്ന് പിടിച്ചിറക്കി വെട്ടി. ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു അല്ലെ? എന്നിട്ട് രാത്രി ഇയാൾ എപ്പോഴാ പോണത്? തിരിച്ചു പോണത് ഒറ്റയ്ക്ക് എവിടെ ഉണ്ടാകും? ഇതൊക്കെ നോട്ട് ചെയ്യാനാണ്. എന്നിട്ട് കത്തി പിടിച്ചിട്ട് കുറെ ആൾക്കാർ മുഖം മൂടി നരിച്ചിട്ട് ജിഹാദ് ചെയ്യാൻ പോവാ, എന്നിട്ട് ഒഴിച്ചുവിടുക. ഇതാണോ ജിഹാദ്? ഇങ്ങനെ ഒരു ജിഹാദ് ഇസ്ലാമിലുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഇസ്ലാമിക ഒരു ഇസ്ലാമിക ഗവൺമെന്റ് ആണെങ്കിൽ ഇന്റെ ജ്യേഷ്ഠ ഒരാൾ കൊന്നാല് ആ കൊന്ന ആളെ പോയിട്ട് തിരിച്ചു കൊല്ലാനുള്ള അധികാരം ഇന്ത്യ മുസ്ലിം രാജ്യത്തുണ്ടോ? ഉണ്ടോ? ഇല്ല. മുസ്ലിം രാജ്യത്തുണ്ടോ? അത് നിയമം നടപ്പാക്കേണ്ടത് ഗവൺമെന്റാ. ആ ഗവൺമെന്റ് നിശ്ചയിക്കുന്ന ആളുകൾക്ക് നിയമം നടപ്പാക്കാൻ പറ്റുള്ളൂ. ഒരു ഇസ്ലാമിക ഗവൺമെന്റ് ആണെങ്കിൽ എനിക്ക് തിരിച്ചു കൊല്ലാനുള്ള അനുവാദമില്ല. ഇന്നെ കൊല്ലും അവര്. ഞാൻ തിരിച്ചു കൊന്നാല് അതിന് പ്രതിക്രിയ എന്നുള്ള ഇന്നെ കൊല്ലാനുള്ള അധികാരം ഗവൺമെന്റിനുണ്ട്. അത് ചെയ്യേണ്ടത് ഗവൺമെന്റാ. എന്നിട്ടൊരു ജനാധിപത്യ രാജ്യമായ ഇന്ത്യ രാജ്യത്ത് ഇവർക്ക് ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? എന്നിട്ട് പ്രതിരോധം എന്ന് പറഞ്ഞുണ്ടാക്കിയിട്ടോ എന്തുണ്ടായത്? RSS എല്ലാ സ്ഥലത്തും ഉണ്ടായി. അതപ്പോ ആകെ ഉണ്ടായ ഒരു മെച്ചെന്താ? RSS ഇപ്പൊ എല്ലാ സ്ഥലത്തും ഉണ്ട്. 1970-കളിൽ RSS ഉണ്ടാക്കിയപ്പോ കുറെ സ്ഥലങ്ങളിലൊക്കെ അതിന്റെ പ്രവർത്തനം സജീവമായിട്ടുണ്ടായിരുന്നു. കേരളത്തിലുണ്ടായിരുന്നു. അതിന്റെ ചരിത്രം പഠിച്ച ആൾക്കാർക്ക് ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. പിന്നെ ഒരു 10 കൊല്ലത്തിന് ശേഷം RSS എന്ന സാധനം തന്നെ ഉണ്ടായിരുന്നില്ല. യൂണിറ്റുകളൊന്നും സജീവമായിരുന്നില്ല. അവരെ മറ്റേ ക്യാമ്പ് ഉണ്ടല്ലോ, അതൊന്നും പല സ്ഥലത്തും നടക്കാറില്ല. RSSന്റെ ഉത്തരേന്ത്യയിലെ മറ്റേ ഭാഗത്തൊക്കെ അവിടെയൊക്കെ നടക്കുന്നുള്ളതല്ലാതെ അവരെ ഈ പരിശീലന ക്യാമ്പ് ഉണ്ടല്ലോ, അതൊന്നും കേരളത്തിലൊന്നും തീരണ്ടായില്ല. കേരളത്തിലെ ഒരു യൂണിറ്റും സജീവമായിരുന്നില്ല. പക്ഷെ ഈ തീവ്രവാദികൾ വന്നതോടുകൂടി ആകെ ഉണ്ടായ നേട്ടം എന്താ വെച്ചാൽ RSS ഇപ്പൊ എല്ലാ സ്ഥലത്തും സജീവ. RSSനെ കുറിച്ച് ഒരു പരിചയമില്ലാത്ത മുസ്ലിങ്ങൾ പോലും ഇപ്പൊ RSSന്റെ മെമ്പർഷിപ്പും കൊണ്ട് നടക്കുക. കാരണം അങ്ങനെയാണ്. അപ്പൊ എല്ലായിടത്തും RSS സജീവം. അവരുടെ സൈനിക പരിശീലന ക്യാമ്പുകൾ സജീവം. അവരിങ്ങനെ പ്രവർത്തിക്കണം. അവരെ നമ്മളങ്ങനെ ചൂണ്ടിക്കാണിക്കണം. അങ്ങനെ അവിടെ വിട്ട് ഇവിടെ വിട്ട് അവ പകരം വിട്ട് ഇങ്ങനെ. ഇതതുകൊണ്ടുണ്ടായ ആകണ്ടായ മെച്ചം. ഇനി അത് മാത്രല്ല, ഇവര് കൊന്ന ആളെ പോയിട്ടാണോ കൊല്ലുന്നത്? അതുമല്ല. RSSൽ ഇപ്പൊ ഒരു മുസ്ലിമിനെ കൊന്നാല് വേറൊരു RSSകാരനെ പിടിച്ചിട്ട് കൊല്ലുക, ആള് മാറിയിട്ട് കൊല്ലുക അല്ലെ? ഇതൊക്കെ എന്ത് ജിഹാദാ? ഒരു മനുഷ്യനെ അന്യായമായിട്ട് കൊന്നാൽ എന്താ അതിന്റെ ഇസ്ലാമികമായിട്ടുള്ള വിധി? അവൻ മുഴുവൻ മനുഷ്യരെയും കൊന്നതിന് തുല്യമാണെന്നാ ഖുർആൻ പറഞ്ഞത്. കാരണങ്ങളില്ലാതെ അന്യായമായിട്ട് ന്യായമായിട്ട് ഒരു മനുഷ്യനെ കൊന്നാൽ അവൻ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്നതിന് തുല്യമാണ് അതെന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. എന്നിട്ട് കൊന്നോനെ പോയിട്ടല്ല കൊല്ലണത്, വേറെ ആളെ പോയിട്ട് കിട്ടിയോനെ പിടിച്ചിട്ട് കൊല്ലുക അല്ലെ? ഇതാണ്. എന്നിട്ട് ഇത് ജിഹാദാണെന്ന് പറഞ്ഞിട്ട് നടക്കുക. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ത്യയിലെ ജീവിക്കുന്ന മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യേണ്ടത് ഈ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ നിലകൊള്ളണം. ഈ പ്രശ്നത്തിനുള്ള പരിഹാരം കാണണം. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് മുംതഹിനയിൽ വളരെ കൃത്യമായി തന്നെ ഈ കാര്യം പറഞ്ഞു. ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീനി വലം യുഖ്രിജൂകും മിൻ ദിയാരികും അൻ തബർറുഹും വതുഖ്സിതു ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. നിങ്ങളുടെ ആദർശം സ്വീകരിച്ചതിന്റെ പേരിൽ നിങ്ങളുടെ വീടുകളിൽ നിന്ന് പുറത്താക്കാത്തവരോട് അവരോട് നീതി കാണിക്കുന്നതിന് നിങ്ങൾക്ക് വിരോധമല്ല. അവരോട് നല്ല രൂപത്തിൽ പെരുമാറാം, സഹകരിക്കാം, അതിന് നിങ്ങൾക്ക് വിരോധമല്ല. അള്ളാഹ് വിരോധിക്കുന്നത് ആരുടെ കാര്യത്തിലാ? ഈ ആദർശം സ്വീകരിച്ചതിന്റെ പേരിൽ നിങ്ങളോട് യുദ്ധം ചെയ്യുന്നു, നിങ്ങളുടെ വീടുകളിൽ നിന്ന് പുറത്താക്കുന്നു, അവരോടെ നിങ്ങൾക്ക് പ്രതികരിക്കാൻ അവകാശമുള്ളൂ എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഖുർആൻ പറയുന്നില്ലേ? അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ രാജ്യത്ത് നമ്മളിപ്പോ ചെയ്യേണ്ടത് എന്താ? ക്ഷമിക്കുക. പിന്നെ ഇതിന് പരിഹാരം വേണ്ടേ? പരിഹാരമുണ്ട്. എന്താ പരിഹാരം നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ കയ്യും കെട്ടി നോക്കിയിരിക്കണം എന്നുള്ളതാ അപ്പൊ ഈ പറഞ്ഞതിന്റെ അർത്ഥം? ഇതൊന്നുമല്ല ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം. നമ്മൾ കയ്യും കെട്ടി ഇങ്ങനെ ഇരിക്കുക, നമ്മളൊന്നും ചെയ്യേണ്ട, വെറുതെ ഒത്തിരിക്കുക, നമ്മൾ തൗഹീദും പറഞ്ഞിട്ട് ഇങ്ങനെ നടന്നാ മതി എന്നുള്ളതാണോ അതിന്റെ അർത്ഥം? അതല്ല ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമികമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ നമ്മൾ ഇന്ത്യ രാജ്യത്ത് നമ്മൾ ചെയ്യേണ്ടത്, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ക്ഷമിക്കാം. ഇതാണ് ഒന്നാമതായിട്ട് ചെയ്യാനുള്ളത്. രണ്ടാമതായിട്ട് അള്ളാന്റെ സഹായം നമുക്ക് വേണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അത് ഖുർആൻ പറയുന്നുണ്ട്. നമ്മൾ കുറച്ച് ചെറുപ്പക്കാരെ സംഘടിപ്പിച്ചിട്ട് അവർക്ക് ബദറിന്റെ ക്ലാസ് എടുത്തു കൊടുക്കല വേണ്ടത്.
നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആ പ്രശ്നത്തിനുള്ള പരിഹാരം സൂറത്ത് നൂറിലൂടെ വിശുദ്ധ ഖുർആൻ അത് പറയുന്നില്ലേ? വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലു സ്വാലിഹാത്തി ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമാ ഇസ്തഖ്ലഫ അല്ലദീന മിൻ ഖബ്ലിഹിം വലയുമക്കിനന്ന ലഹും ദീനഹും അല്ലദീ ഇർതളാ ലഹും വലയുബദ്ദിലന്നഹും ഖൗഫൻ മിൻ ബഅദി ഖൗഫിഹിം അംനാ യഅബുദൂനനി ലാ യുശ്രികൂന ബി ഷൈആ. ഇതാണ് പരിഹാരം. എന്താ ഈ ആയത്തിന്റെ അർത്ഥം? ഇത് മതി. തീവ്രവാദം പ്രസംഗിച്ച് നടക്കുന്ന ഒരാളോട് നമുക്ക് പ്രശ്നമല്ലേ എന്ന് ചോദിച്ചിട്ട് നമ്മളത് ആർഎസ്എസ് കൊല്ലാൻ വരുന്നു, നമ്മളെ പെങ്ങളെ പിടിക്കാൻ വരുന്നു, അതൊന്നുമില്ല. ഓന്റെ പെങ്ങളെ പിടിക്കണ്ടെന്നാവോ? അങ്ങനെ ഉണ്ടോ കേരളത്തിൽ? ഏതെങ്കിലുമൊക്കെ ചില സ്ഥലങ്ങളിൽ ചില സംഭവങ്ങൾ നടക്കണ്ടെന്നല്ലാതെ എന്നിട്ട് അതിനൊരു സംഘടന ഉണ്ടാക്കിയിട്ട് കൂട്ടായിട്ട് അവരെ കൊല്ലുക, അതൊന്നുമില്ല. എന്താ ഈ ആയത്തിന്റെ അർത്ഥം? അള്ളാഹു നിങ്ങളോട് കരാർ ചെയ്തിരിക്കുന്നു. ആരോടൊക്കെ? നിങ്ങളിൽ നിന്ന് വിശ്വാസമുള്ളവർക്കും സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർക്കും അള്ളാഹു കരാർ ചെയ്തിരിക്കുന്നു. എന്താ കരാറ്? നിങ്ങൾക്ക് മുമ്പുള്ള ആളുകൾക്ക് ആധിപത്യം കൊടുത്തതുപോലെ, അധികാരം നൽകിയതുപോലെ നിങ്ങൾക്ക് ഞാൻ അധികാരം നൽകും, നിങ്ങൾക്ക് ഞാൻ ആധിപത്യം നൽകും. നിർഭയത്വത്തോടുകൂടി ജീവിക്കാനുള്ള ഒരു ചുറ്റുപാട് നൽകും. നിങ്ങളുടെ ദീനനുസരിച്ച്, അള്ളാഹ് തൃപ്തിപ്പെട്ട ദീനനുസരിച്ച് ഭയമില്ലാതെ നിർഭയത്വത്തോടുകൂടി ജീവിക്കാനുള്ള, മുസ്ലിമായിട്ട് ജീവിക്കാനുള്ള, മുഅ്മിനായിട്ട് ജീവിക്കാനുള്ള ഒരു നിർഭയത്വമുള്ള അന്തരീക്ഷം, ഒരു ജീവിതം, ഒരു സമാധാനം അള്ളാഹ് നിങ്ങൾക്ക് നൽകും. എന്താ ചെയ്യേണ്ടത്? ഒരു കാര്യം നിങ്ങൾ ചെയ്യണം. യഅബുദൂനനി, നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കണം. വലാ യുശ്രികൂന ബി ഷൈഅ, എന്നിൽ നിങ്ങൾ ശിർക്ക് ചെയ്യരുത്. ഇത് അള്ളാന്റെ കരാറാണ്. ഈ കരാർ എത്ര പേർക്ക് അറിയാം? ഇത് അള്ളാന്റെ കരാറാണ്. നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കാണോ, ഞാൻ നിങ്ങൾക്ക് അധികാരം നൽകും, ഞാൻ നിങ്ങൾക്ക് ആധിപത്യം നൽകും, നിങ്ങൾക്ക് നിങ്ങളുടെ ദീനനുസരിച്ചിട്ട് നിർഭയത്വത്തോടു കൂടി ജീവിക്കാൻ പറ്റും. നിങ്ങൾ എന്ത് ചെയ്യണം? എന്നെ മാത്രം ആരാധിക്കണം. ഈ തീവ്രവാദം എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഇവരെവിടെയെങ്കിലും തൗഹീദ് പ്രസംഗിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? അവരെ കയ്യിൽ ചരട് കെട്ടി ഇതിന്റെ പ്രവർത്തകരെ ഞാൻ കാണിച്ചു തരാം. ചരട് കെട്ടിയിട്ട് നടക്കുന്ന പ്രവർത്തകരെ ഞാൻ കാണിച്ചു തരാം. 1-2 ആളുകളൊക്കെ ഉണ്ടായിന്ന് വരും, തൗഹീദ് അനുസരിച്ചിട്ട് ജീവിക്കുന്ന ആൾക്കാര്. അള്ളാഹ് പറഞ്ഞത് എന്താ? നിങ്ങൾ തൗഹീദ് അനുസരിച്ചിട്ട് ജീവിക്കും, ഞാൻ നിങ്ങൾക്ക് നിർഭയത്തുള്ള ഒരു ജീവിതം നൽകാ, അധികാരം നൽകാ എന്നാ പറഞ്ഞത്. ഉണ്ടോ? ഈ ഹസനുൽ ബന്ന മുതൽക്ക് സയ്യിദ് കുത്തുബ് മുതൽക്ക് ഈ തീവ്രവാദം പ്രചരിപ്പിക്കുന്ന, അത് ഇന്ന് ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിലും അതല്ലാത്ത സ്ഥലത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടല്ലോ, ഇവര് തൗഹീദിന്റെ ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ടോ? ബദർ പറയുന്നല്ലാതെ, ഉഹദ് പറയുന്നല്ലാതെ ഇവര് ദഅവത്ത് നടത്തുന്നത് എങ്ങനെ? ഏത് കോലത്തിൽ അവർ ദഅവത്ത് നടത്തുന്നത്? ഇവർ പണ്ട് കാര്യമായിട്ട് പറഞ്ഞിരുന്ന എന്താ അറിയോ? ഞങ്ങൾ മുസ്ലിങ്ങൾക്കുള്ള സംരക്ഷണാണ്, ജാറങ്ങൾ തകർക്കാൻ വരികയാണെങ്കിൽ അത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മുമ്പിലുണ്ടാവും. എങ്ങനെയുണ്ട്? അള്ളാഹുവിന്റെ റസൂൽ അധികാരം കിട്ടിയപ്പോ ആദ്യം ചെയ്തത് എന്താ അറിയോ? ഉയർന്നു നിൽക്കുന്ന ഖബറുകളൊക്കെ പൊളിച്ചിട്ട് വരാൻ വേണ്ടി സഹാബികളോട് പറഞ്ഞേക്കാ ചെയ്തത്. പൊന്തി നിൽക്കുന്ന വിഗ്രഹങ്ങളും ബിംബങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പൊളിച്ചിട്ട് നിരപ്പാക്കിയിട്ട് വരാൻ വേണ്ടിയിട്ട് മക്ക വിജയം നടന്നിട്ട് ആദ്യം കൊടുത്ത ഓർഡർ എന്താ? ഈ ഓർഡറാ. ഇവര് പറയണ എന്താ അറിയോ? ജാറങ്ങളും ദർഗകളൊക്കെ തകർക്കാൻ വേണ്ടി വരുമ്പോ ഞങ്ങൾ മുന്നിലുണ്ടാവും സംരക്ഷകരായിട്ട്, ഞങ്ങൾ ജീവൻ കൊടുത്തിട്ട് ഇസ്ലാമിനെ സംരക്ഷിക്കുന്ന പറയണത്. പിന്നെ എങ്ങനെ അള്ളാഹിന്റെ സഹായം ഉണ്ടാകുക? പിന്നെ നമ്മൾ ബദറും മുഹിദും പറഞ്ഞ് നടന്നിട്ട്, നമ്മൾ കരാട്ട പഠിച്ച് നടന്നിട്ട് അള്ളാഹിന്റെ സഹായം കിട്ടുമോ? നമുക്ക് അള്ളാഹിന്റെ സഹായം കിട്ടൂല. ഇതെന്ത് ജിഹാദാ? ഇതെങ്ങനെ ജിഹാദാവും? ഇതാണ് നമുക്കുള്ള പരിഹാരമായിട്ട് നമുക്ക് പറയാനുള്ളത്. അള്ളാഹിന്റെ ദീനിക്ക് തിരിച്ചു വരിക, വിശുദ്ധ ഖുർആനിലേക്കും തിരുസുന്നത്തിലേക്കും ജനങ്ങളെ നമ്മൾ തിരിച്ചു വിളിക്കുക. ഇതത് ഉണ്ടാവില്ല എന്ന് മാത്രല്ല, ഉള്ള പ്രബോധന സ്വാതന്ത്ര്യം കൂടി ഇല്ലാതാവും. ഇല്ലേ? ഈ ഗവൺമെന്റിന്റെ, നമ്മുടെ ഭരണഘടനയുടെ ഒരു പ്രത്യേകത എന്താ? സംഗതി എന്ത് പറഞ്ഞാലും നമ്മുടെ ഭരണഘടനയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ലോകത്തൊരു